ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ജേർണി വീൽസ്. ഇന്ന് നമ്മുടെ ഉള്ളത് ദി ഓൾ ന്യൂ കർവ് EV ആണ്. ആൻഡ് ഈ വണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ലെക്സോൺ എടക്കരയാണ്. ലെക്സോൺ ടാറ്റ മോട്ടോഴ്സ് എടക്കരയാണ്. ആൻഡ് അവർ ട്രിവാൻഡ്രം ടു ഓൾമോസ്റ്റ് മലപ്പുറം വരെ എല്ലാ ടച്ച് പോയിൻറ്റ്സിനും അവർക്ക് ഷോറൂംസ് ഉണ്ട്, സർവീസ് അവൈലബിൾ ആണ്. സോ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് സെയിൽസിൻ്റെ എൻക്വയറീസിനും സർവീസിൻ്റെ എൻക്വയറീസിനും യു ക്യാൻ കോൺടാക്ട് ദം. ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ അതുപോലെ സ്ക്രീനിലും കൊടുക്കുന്നത്. സോ കമ്മിങ് ടു ദ കർവ് EV, ആദ്യം തന്നെ ഞാൻ ഫ്രണ്ടെല്ലാം പറയുന്നേക്കാൾ മുന്നേ ലെറ്റ്സ് ഗോ ടു ദ ബാക്ക് സൈഡ്. കാരണം ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്. എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു ബാക്ക് സൈഡാണിത്. കാരണം ഒരു പ്രോപ്പർ കൂപ്പേ ഡിസൈനിൽ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് സിട്രോണിൻ്റെ ബസാൾട്ട് എല്ലാം വരുന്നുണ്ടെങ്കിലും ഒരു കേർവി ആയിട്ട് വളരെ ഒരു അട്രാക്റ്റീവ് ഷാർപ്പ് ഡിസൈനിൽ വരുന്ന ഒരു വണ്ടിയാണ് കർവ് EV. കർവിൻ്റെ ആക്ച്വലി EV ആയാലും പെട്രോൾ ആയാലും ഡീസലായാലും ഇതേപോലത്തെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയ ഡിസൈനാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അലോയ് വീൽസിന് നമുക്ക് യൂഷ്വലി പെട്രോൾ അല്ലെങ്കിൽ ഡീസലിന് കണ്ടുവരുന്നതല്ല, ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഒരു EV സ്റ്റൈലിൽ നിലനിർത്തുന്ന ഒരു സ്റ്റൈലിലാണ് ഇതിൻ്റെ അലോയ് വീൽസ് വരുന്നത്. 18 ഇഞ്ചസാണ്, 215 55 R18 18 ഇഞ്ച് അലോയ്സാണ് വരുന്നത്. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയ ഡിസൈനാണ് ഇതിന് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു സൈഡിൽ EV എന്നുള്ള ബാഡ്ജ് എല്ലാം കാണാം. ആൻഡ് ഇറ്റ് ലുക്സ് വെരി ഗുഡ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് കർവ് ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ ഡിസൈനിൽ കുറേ ഒരു ഡിസിസീവ് മാറ്റേഴ്സ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ യൂഷ്വലി ഈ ഒരു ഡിസൈൻ ആൾക്കാർ ഉൾക്കൊണ്ട് നല്ല രീതിയിൽ സെയിൽസ് ആക്ച്വലി കർവിന് ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ആൻഡ് എസ്പെഷ്യലി ഇത് EV വേരിയൻറ്റ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്ര പവറുള്ള, ഇത്ര ഒരു ലുക്ക് വൈസും ഇത്ര ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു വേറെ വണ്ടി ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഒരു 22 lakhs ഓൺ റോഡ് ഫുൾ ഓപ്ഷൻ 55 kW ബാറ്ററിയിൽ വരുന്ന ഈ ഒരു കർവ് EVയുടെ റേഞ്ച് ആയാലും പെർഫോമൻസ് ആയാലും ഇറ്റ് ഇസ് സംതിങ് എൽസ്. ആൻഡ് ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടാറ്റ ഇതിൽ ഫീച്ചേഴ്സ് കൊണ്ട് കുത്തി നിറച്ചേക്കുവാണ്. നമുക്ക് ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും യു നെയിം ഇറ്റ് ആൻഡ് യു ഗെറ്റ് ഇറ്റ്. പാനോറാമിക് സൺറൂഫ്, ADAS, JBLൻ്റെ സ്പീക്കേഴ്സ്, സബ് വൂഫർ, 18 ഇഞ്ച് അലോയ്സ്, ഓൾ LED ലാംപ്സ്, 360-degree ക്യാമറാസ്, യു ഗെറ്റ് എവറിത്തിങ്. ഞാൻ ഇൻറ്റീരിയേഴ്സിൽ കയറുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞുതരാം. ആൻഡ് ഓഫ് കോഴ്സ് യു ഗെറ്റ് വെന്റിലേറ്റഡ് സീറ്റ്, പവർ ഡ്രൈവർ സീറ്റ്, ഇങ്ങനത്തെ ഒത്തിരി ഫീച്ചേഴ്സ് കൊണ്ട് കുത്തി നിറച്ചേക്കുവാണ്. ഞാൻ ബാക്ക് സൈഡിലേക്ക് ഒന്നും വരാൻ കാരണം അതിൻ്റെ ഈ ഒരു റണ്ണിങ് ലാമ്പ് കണ്ടോ, ബ്രേക്ക് ലൈറ്റ് ഇങ്ങനെ കംപ്ലീറ്റ്ലി ഇങ്ങനെ ഫുള്ള് ബൂട്ടിലേക്ക് വരുന്നുണ്ട്. നമുക്ക് റിവേഴ്സ് ലാമ്പ് എല്ലാം എവിടെയാണ് വരുന്നത്. ഗ്രീൻ നെയിം പ്ലേറ്റ് ഓബ്വിയസ്ലി ഇലക്ട്രിക് ആണ്. പിന്നെ ഇതിന് ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ്. നമുക്കിവിടെ പ്രസ് ചെയ്യുക, ഇവിടെ വലിക്കുക. ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീൽ ഉണ്ട്. അതുപോലെ തന്നെ എയറോഡൈനാമിക്കലും ഗുഡാണ്. നമുക്ക് ബാക്കിലായാലും ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്, കാണാൻ സാധിക്കും. പിന്നെ എയർ ബാഗ്സും കാര്യങ്ങളെല്ലാം പറയണ്ടല്ലോ. സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ടാറ്റ നെവർ മേക്സ് എ കോംപ്രമൈസ്. 5 സ്റ്റാർ ആണ് സേഫ്റ്റി വരുന്നത്. പിന്നെ ഇതിൻ്റെ ചാർജിങ് പോർട്ട് കാര്യങ്ങൾ ഇവിടെ വരുന്നത്, ഞാനത് കാണിച്ചു തരാം. നമുക്കിവിടെ ഒരു ക്യാമറയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കാരണം 360-degree ക്യാമറ വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഒരു പ്രീമിയം കൈൻഡ് ഓഫ് വൈപ്പേഴ്സാണ് വരുന്നത്. ഓവറോൾ ലുക്ക് വൈസ് കർവ് EVയിൽ ഒരു പ്രശ്നവും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ബിക്കോസ് ഇറ്റ് ഇസ് വെരി ഫ്യൂച്ചർ. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ വണ്ടിയായിട്ട് റോഡിലൂടെ പോകുമ്പോൾ നാട്ടുകാർ മൊത്തം തുറച്ചു നോക്കുകയാണ്. കാരണം ഇത്ര ഒരു വണ്ടി നമുക്ക് നാട്ടിൽ അങ്ങനെ ഒരു ഈ ഒരു പ്രൈസ് റേഞ്ച് അധികം കണ്ടിട്ടില്ലല്ലോ. ഇതൊരു സെഡാനല്ല, ഹാച്ച് ബാക്ക് അല്ല, SUV അല്ല, ഒന്നും അല്ലാത്തൊരു പ്രത്യേക ഒരു കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈൻ നമ്മുടെ നാട്ടിൽ വളരെ റെയർ ആയതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു അറ്റൻഷൻ ക്യാച്ചറാണ് ദിസ് ഓൾ ന്യൂ. നമുക്ക് ഇതിന് ചാർജിങ് പോർട്ട് ഓപ്പൺ ചെയ്യുന്നത് വരുന്നത് നമുക്ക് ഓപ്പണിംഗ് മാനുവലി ആണ്. ആസ് യു ക്യാൻ സി, ഇത് നമ്മളിങ്ങനെ വലിച്ചങ്ങ് തുറക്കുക കണ്ടോ. ക്ലോസിങ് ഓട്ടോമാറ്റിക്കലി നടക്കും. നമ്മളിത് ചാർജിങ് പോർട്ടായിട്ട് നിൽക്കുന്നെങ്കിൽ അത് നമുക്ക് അവിടെ ടൈം തരും കുത്താൻ വേണ്ടിയിട്ട്. ആൻഡ് നമ്മൾ സെൻസ് ചെയ്തില്ലെങ്കിൽ അത് ഉള്ളോട്ട് പോകും. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ് ദ കർവ് EV. കർവ് EVയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എനിക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറാണ്. ആസ് യു ക്യാൻ സി, വാട്ട് എ ബ്യൂട്ടിഫുൾ ഇൻറ്റീരിയർ. ആക്ച്വലി ടാറ്റ ഹാസ് കം എ ലോങ് വേ. ലാസ്റ്റ് ഒരു 10 years മുന്നുള്ള ടാറ്റയും ഇപ്പോഴത്തെ ടാറ്റ ആക്ച്വലി നിങ്ങൾ കയറിയിരുന്ന് നിങ്ങൾ പറ്റുകയാണെങ്കിലേ എൻ്റെ വ്യൂവേഴ്സിനോട് എല്ലാവരും ഒരു സജഷൻ പറയാണ്, പ്ലീസ് ഡു ഡ്രൈവ് ദ ന്യൂ ടാറ്റ കാസ്. ബിക്കോസ് ഇതിൻ്റെ ക്വാളിറ്റി വൈസും ഇതിൻ്റെ ഒരു മൊത്തത്തിൽ ഫീച്ചറിൻ്റെ കാര്യങ്ങളായാലും മൊത്തത്തിലുള്ള ഫീലായാലും ടാറ്റ ഇസ് നോട്ട് ദി ഓൾഡ് ടാറ്റ. ടാറ്റ പഴയ ടാറ്റയല്ല. ആക്ച്വലി ഐ എം റിയലി ഇംപ്രസ്ഡ്. കാരണം എനിക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഫീലും ഈ ഒരു സ്റ്റിയറിംഗ് കണ്ടോ, ഒരു ലെതർ ടച്ച് ഇതിന് വരുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് ഇത് കിട്ടുന്നുണ്ട്, ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് വരുന്നുണ്ട്, ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്. പിന്നെ ഇത് സിറ്റി എക്കോ സ്പോർട്ട് എന്ന് പറഞ്ഞ 3 മോഡലാണ് വരുന്നത്, 3 മോഡാണ് വരുന്നത് ആക്ച്വലി. പിന്നെ നമ്മളിതിപ്പോൾ P ആണ്, നമ്മളിത് പ്രസ് ചെയ്താൽ DI, ന്യൂട്രായി. ഇത് ബാക്കിലൊരു ബട്ടൺ ഉണ്ട് കേട്ടോ. ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് വേണം നമ്മളിത് ബാക്കോട്ടിട്ട് റിവേഴ്സായി. ഇനിയിപ്പോൾ നമ്മൾ P ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട, ഇത് പ്രസ് ചെയ്താൽ മതി. വെരി സിമ്പിൾ. സോ ആക്ച്വലി ദിസ് ഇസ് എ വെരി ഈസി ടു കാർ, വെരി മെനൂറബിൾ കാർ ടു ഡ്രൈവ്. നമ്മൾ പെർഫോമൻസും കാര്യങ്ങളും വണ്ടി ഓടിക്കുമ്പോൾ കൂടുതൽ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളും വരുന്നുണ്ട്, വോയിസ് കൺട്രോൾ വരുന്നുണ്ട്, ബ്ലൂടൂത്ത് കാര്യങ്ങളും, അതുപോലെ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. ഇത് സംഭവം പാഡൽ ഷിഫ്റ്റർ അല്ല, ഇലക്ട്രിക് ആണല്ലോ. നമുക്ക് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ ബട്ടൺസ് ആണ്. സോ ഹൗ ഇസ് ഇറ്റ് ഫീൽ എന്നുള്ളത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പറഞ്ഞുതരാം. ഓവറോൾ ഈ ഒരു ലെതർ ടെക്സ്ചേർഡ് ഡാഷ് എല്ലാം കൂടി നോക്കുമ്പോൾ എനിക്ക് വളരെ പ്രീമിയം സെറ്റപ്പ് ആയിട്ടാണ് ഇതിൽ തോന്നുന്നത്. ആൻഡ് സ്പേസ് ഇസ് പ്രിറ്റി ഗുഡ്. ഫ്രണ്ടിൽ ഞാൻ ആക്ച്വലി എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ 6 footer-ആണ്. ഐ എം വെരി കംഫർട്ടബിൾ സിറ്റിംഗ് ഹിയർ. ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ല. ബാക്ക് സീറ്റിലായിരിക്കുമ്പോൾ പറഞ്ഞുതരാം. ആൻഡ് നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് അവൈലബിൾ ആണ്.
ആൻഡ് വയർലെസ് ചാർജിങ് അവൈലബിൾ ആണ്. പിന്നെ ഓട്ടോ ഡിമ്മിങ് മിറേഴ്സ് വരുന്നുണ്ട്, നമുക്ക് ബട്ടൺ കണ്ടോ, ഓട്ടോ ഡിമ്മിങ് മിറേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓവറോൾ പോസ്റ്റർ ഫീൽസ് വെരി ഗുഡ്, വെരി കംഫർട്ടബിൾ. ആൻഡ് യെസ് യു ഗെറ്റ് എ സൺറൂഫ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പാനറോമിക് സൺറൂഫാണ്. ഇറ്റ് കംപ്ലീറ്റ്ലി ഓപ്പൺസ്, ആബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ. ഇത്ര വലിയൊരു പാനറോമിക് സൺറൂഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇൻറ്റീരിയറിൽ ഇരിക്കുമ്പോൾ എയറി ഫീല് വേറെ തന്നെയാണ്. ആക്ച്വലി കേർവ് ഇവിയിലുള്ള ഒരു മൊത്തത്തിലുള്ളൊരു ഫീലും ആ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ട്, ദാറ്റ് യു റിയലി ഗെറ്റ് ഇൻ ദിസ്. അതുപോലെ തന്നെ കേർവ് ഇവിയിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനാണ്. ബിക്കോസ് യു ആർ സീറ്റഡ് വെരി ഹൈ. നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് ഡ്രൈവർ സീറ്റ് വരുന്നത്. ആസ് യു ക്യാൻ സി ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് ഇവിടെ വരുന്നത്. ആൻഡ് ഈ സീറ്റിംഗ് പൊസിഷൻ വളരെ വിസിബിലിറ്റി എൻഹാൻസ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളെല്ലാം വരുന്നത്. ആൻഡ് ഇൻറ്റീരിയർ ഫീൽസ് വെരി ഗുഡ്. നമുക്ക് 360 ഡിഗ്രി ക്യാമറ അവൈലബിൾ ആണ്. നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ആക്ച്വലി ഈ സൈഡത്ത് വരും, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് വരും. സോ നമുക്ക് ഈ ആക്ച്വലി ഇൻഡിക്കേറ്റർ ഇട്ട് കഴിയുമ്പോൾ ബാക്ക് വീല് കിട്ടുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു മറ്റേ ക്യാമറയുടെ ആംഗിൾ വരുന്നത്. അതുകൊണ്ട് നമുക്ക് വണ്ടിയുടെ സൈഡ് മുതൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യും. സോ വളരെ ഈസി ആയിട്ട് മെനുവറബിൾ ആയിട്ട് എടുത്ത് പോകാൻ ഈ ഒരു ക്യാമറ ഫീച്ചേഴ്സ് നമ്മളെല്ലാം. നമുക്ക് ഇവിടെ മൊബൈൽ ചാർജിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. വി ഗെറ്റ് നിക്നാക്സ് എല്ലാം പ്ലേസ് ചെയ്യാനുള്ള സമയം കിട്ടുന്നുണ്ട്. JBL സ്പീക്കേഴ്സാണ്. ഞാൻ മ്യൂസിക് സിസ്റ്റത്തിൽ ടെസ്റ്റ് കാണിച്ചു തരാം, സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, കേർവ് ഇവിയിൽ നമുക്ക് 4 സ്പീക്കർ, 4 ട്വീറ്റർ, ഒരു സബ് വൂഫറാണ് വരുന്നത്. ഹാമാൻ്റെ സിസ്റ്റം, അതുപോലെ തന്നെ JBLൻ്റെ സ്പീക്കേഴ്സാണ് വരുന്നത്. സോ നമുക്കിതിന് JBL മോഡ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്കത് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാം. ആക്ച്വലി ഈ ഒരു സൗണ്ട് എക്സ്പീരിയൻസ് നിങ്ങൾ നേരിട്ട് തന്നെ ഒരു ടാറ്റയുടെ ഷോറൂമിൽ പോയിട്ട് കേർവ് നോക്കുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. കാരണം ഇറ്റ് ഇസ് സോ ഗുഡ്. ഇതിൻ്റെ സൗണ്ട് എക്സ്പീരിയൻസ് ആണ് ബെസ്റ്റ് ഇൻ ക്ലാസ് തന്നെ പറയാം. കേർവ് ഇവിയുടെ 360 ഡിഗ്രി ക്യാമറയിലേക്ക് നമുക്കൊന്ന് ഡെപ്ത് ആയിട്ട് പോകാം. നമുക്കിവിടെ 2D 3D അതുപോലെ തന്നെ കുറച്ചധികം ഓപ്ഷൻസ് കാണുന്നുണ്ട്. സോ വാട്ട് ഇസ് ദിസ്? നമ്മൾ 2Dയിൽ കാണുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഒരു എന്താ പറയുക സാറ്റലൈറ്റ് വ്യൂ ആണ് കിട്ടുന്നത്. സാറ്റലൈറ്റ് വ്യൂ നമ്മൾ ഈ ഒരു ഇതൊക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ സൈഡിലേക്ക് ഈ ക്യാമറ പോകുന്നതാണ്. നമുക്ക് 360 ഡിഗ്രി ക്യാമറയുടെ അർത്ഥം തന്നെ നമ്മൾ ചുറ്റും ക്യാമറ ഉണ്ടെന്നാണല്ലോ. സോ എല്ലാ ആംഗിളും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പ്ലസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സൂമിങ് ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇനി 3D എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇങ്ങനെ തിരിച്ച് നോക്കാം. കംഫർട്ടബിളി സൈഡിൽ എന്തെങ്കിലും ഉണ്ടോ, കല്ലുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇവിടെ ക്യാമറാസ് നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ സ്പോട്ടിലേക്ക് ഇപ്പോൾ എവിടെയാണ് നമുക്ക് സംശയം എന്ന് വെച്ചാൽ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. ഇനിയിപ്പോൾ ഫ്രണ്ടിലും നമുക്ക് എന്തെങ്കിലും കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു മയിൽക്കുറ്റി എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് നമ്മളിത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ 2 ക്യാമറയുടെ സൈമൾട്ടേനിയസ്ലി വിസിബിളാണ്. അതുകൊണ്ട് നമുക്ക് യൂഷ്വലി ഒരു ബുദ്ധിമുട്ടില്ലാതെ എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും. ഇനി റിവേഴ്സ് എടുക്കുമ്പോഴാണെങ്കിൽ ബാക്കത്തെ ക്യാമറസ് നമുക്ക് കാണാൻ സാധിക്കും. സോ ഓവറോൾ 360 ഡിഗ്രി ക്യാമറയുടെ ഫുൾ യൂട്ടിലൈസേഷൻ കേർവ് വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഒരു ഏത് ടൈറ്റ് സ്പോട്ട്സിലും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഓടിച്ചു പോകാൻ. അതുപോലെ തന്നെ മെയിനായിട്ടുള്ളൊരു സേഫ്റ്റി ഫീച്ചറായിട്ട് നമുക്ക് കേർവിൽ SOS ഫംഗ്ഷനുണ്ട്, അതുപോലെ തന്നെ ബ്രേക്ക് ഡൗൺ ഫംഗ്ഷനുണ്ട്. E-കോൾ ആൻഡ് B-കോൾ എന്നാണ് ഇതിൽ പറയുന്നത്. SOS നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കോള് അതിലേക്ക് പോകും. അപ്പോൾ നമുക്കിനിയിപ്പോൾ അത്യാവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ഉടനടി തിരിച്ച് കോൾ വരും. നമുക്കിനി അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് എമർജൻസി ആയിട്ട് വരും. സോ ഇറ്റ്സ് വെരി സേഫ്. നമുക്കിപ്പോൾ എന്തെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി എന്തെങ്കിലും ഹാപ്പൻ ചെയ്യുകയാണെങ്കിൽ തന്നെ വി ആർ ഓൺ ദ സേഫ് സൈഡ്. അതുകൊണ്ട് തന്നെ ബ്രേക്ക് ഡൗൺ കോൾ എന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഇനി മിസ്ഹാപ്സ് എന്തെങ്കിലും ഹാപ്പൻ ചെയ്യുകയാണെങ്കിൽ ടാറ്റയുടെ സർവീസ് സെൻ്ററിലേക്ക് കറക്റ്റ് ഇതിൻ്റെ കോൾ പോകുന്നത്. കമ്മിങ് ടു ദ ബാക്ക് സീറ്റ് ഓഫ് കേർവ് EV, ബാക്കിലിരിക്കാൻ ആക്ച്വലി നല്ല കംഫർട്ടബിളാണ്. നമ്മൾ ബാക്കിലിരിക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു തിയേറ്റർ എഫക്റ്റാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഫ്രണ്ട് സീറ്റിനേക്കാളും കുറച്ച് പൊന്തിയിട്ടാണ് ബാക്ക് സീറ്റ് വരുന്നത്. നമുക്ക് ഇവിടെ ആംറസ്റ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് കംഫർട്ടബിളി ലോങ് ഡിസ്റ്റൻസസ് പോകാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇരിക്കാൻ സാധിക്കും. റിയർ AC വെൻ്റ് വരുന്നുണ്ട്. ഇവിടെ ആക്ച്വലി നമുക്ക് LED ലാംപ്സ് വരുന്നുണ്ട്, റീഡിങ് ലാംപ്സ് ഇവിടെ വരുന്നുണ്ട്. ഇത് ആക്ച്വലി എനിക്കൊരു നമ്മുടെ A320 പോകുമ്പോൾ ഇൻഡിഗോ സ്പൈസറ്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ ആക്ച്വലി ഇങ്ങനത്തെ ഒരു ബട്ടൺ കാണാം. എനിക്ക് ആ ഒരു ഫീലാണ്. പിന്നെ ഒരു ആസ്തറ്റിക്കലി ഗുഡ് ആയിട്ടുള്ള കാര്യം എനിക്ക് ഈ ഒരു ഹെഡ് റെസ്റ്റിൻ്റെ ഡിസൈൻ കണ്ടോ, ഇറ്റ് ലുക്സ് വെരി ഗുഡ്. നമുക്കൊരു പ്രീമിയം, ഞാൻ ഈ ഒരു ഡിസൈൻ കണ്ട് ജീപ്പ് കോമ്പസിലേക്കാണ്. ജീപ്പ് കോമ്പസിൽ വന്നൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്ക് സീറ്റിൽ ആക്ച്വലി അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളും തന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിൽ സ്പേസിൻ്റെ കാര്യമായാലും ഇറ്റ് ഈസ് വെരി ഗുഡ്. ഈ ഒരു സീറ്റ് എൻ്റെ പൊസിഷനിൽ വെച്ചിട്ട് പോലും ഐ ക്യാൻ കംഫർട്ടബിളി സിറ്റ്. ഒരു രീതിയിലുള്ള ലെഗ് റൂം ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഐ ഡു തിങ്ക് കുറച്ചുകൂടി ഒരു എൻ്റെ കാല് വലുതായതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, കുറച്ചുകൂടി അണ്ടർ തൈ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ആൻഡ് നമുക്ക് ഇതിൻ്റെ കീഴിലാണ് ബാറ്ററി വരുന്നതെങ്കിലും
നമുക്ക് നീസ് അപ്പ് പൊസിഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. സോ ഇറ്റ് ഇസ് പ്രിറ്റി ഗുഡ്. ബാക്കിലിരിക്കാനും ആ ഒരു കംഫർട്ടബിളി ലോങ് ഡിസ്റ്റൻസസ് പോകാനും അതുപോലെ തന്നെ പുറത്തേക്കുള്ള വിസിബിലിറ്റി ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആക്ച്വലി നമ്മൾ എടക്കരയിലാണ്, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ലെക്സോൺ ടാറ്റ എടക്കരയാണ് വണ്ടി തന്നേക്കുന്നത്. സോ എടക്കരയിൽ നമ്മൾ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് നിലമ്പൂർ എടക്കര, മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ്. സോ ഊട്ടിയിലൊക്കെ പോകുന്നവർക്ക് സ്ഥിരം കണ്ടുവരുന്ന ഒരു സ്ഥലമായിരിക്കും എടക്കര. സോ ആസ് യു കെൻ സി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. സോ കമ്മിങ് ടു ദ ബാക്ക്, നല്ല കംഫർട്ടബിൾ ആയ ബാക്ക് സീറ്റാണ്. പിന്നെ ഈ ഒരു ബാക്കിലേക്ക് നോക്കുമ്പോൾ കൂപ്പേ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു സെഡാനിൻ്റെ ഒരു ഫീലാണ് ഇവിടെ ഇരിക്കുമ്പോൾ ഫീൽ ചെയ്യുക. പിന്നെ കൂപ്പേ ഡിസൈൻസിൻ്റെ വേറെ ഡ്രോബാക്ക് ആയിട്ട് അതെല്ലാം വണ്ടിക്ക് ഉള്ളതാണ്. നമുക്ക് റിയർ വ്യൂ മിററിൽ നോക്കുമ്പോൾ ബാക്കിൽ വിസിബിലിറ്റി കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. ബട്ട് കേർവ് വ്യൂവിൽ അതൊരു ബുദ്ധിമുട്ടല്ല. കാരണം ഈ ഒരു ക്യാമറ ഉണ്ടോ, ക്യാമറ 360 ഡിഗ്രി നമുക്ക് ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും എല്ലാം എവറി ടൈം വ്യൂ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ ദി ഓൾ ന്യൂ കേർവ് EV ഓടിക്കുകയാണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആദ്യത്തെ കാര്യം തന്നെ പറയാനുള്ളത് ഇതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ വളരെ ലൈറ്റാണ്. വളരെ സിമ്പിൾ ആൻഡ് നിമ്പിളായിട്ട് നമുക്ക് ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഡ്രൈവിംഗ് പൊസിഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ബോണറ്റിൻ്റെ ആ ഒരു പവർ ബൾജസ് ലിറ്ററലി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എഡ്ജസും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ജഡ്ജ് ചെയ്ത് ഓടിക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ സിറ്റി മോഡിലാണ്. സിറ്റി മോഡിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരിക്കലും സിറ്റി മോഡാണെന്ന് വിചാരിച്ച് പെർഫോമൻസ് ഇല്ലാത്ത റേഞ്ച് എൻഹാൻസിങ് മോഡല്ല. നമുക്ക് എക്കോ മോഡ് തന്നെ ടെസ്റ്റ് ചെയ്യാം. നമുക്ക് ഇനി സ്പോർട്ട് മോഡിലേക്ക് ഒന്ന് ട്രൈ ചെയ്യാം. ഇപ്പോൾ സ്പോർട്ട് മോഡാണ് and full throttle activated. As you can see 70, 80, already 100 എത്തി. ആക്ച്വലി നമ്മൾ 100 എത്തുന്ന അറിയുന്നില്ല. ആൻഡ് യു ഗെറ്റ് ദാറ്റ് പ്രോപ്പർ പുഷ് ബാക്ക്. നമുക്കൊരു പ്രോപ്പറായിട്ട് ഒരു പെർഫോമൻസ് കാർ ഓടിക്കുന്ന ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ഇത് വളരെ സൈലൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വി ആർ വിസ് ടു ഹയർ സ്പീഡ് നമ്മൾ അറിയുന്ന പോലുമില്ല. പിന്നെ കോർണേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ആക്ച്വലി യു ഗെറ്റ് സം വീൽ സ്പീഡ് 167 ഹോഴ്സ് പവർ ആൻഡ് 215 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കാണ് ഈ 55 വേരിയൻറ്റിൽ വരുന്നത്. നമ്മൾ 45 വേരിയൻറ്റിലാണെങ്കിൽ ഇറ്റ് ഈസ് 150 ഹോഴ്സ് പവർ ആൻഡ് ടോർക്ക് ഇസ് ബേസിക്കലി ദ സെയിം 215 ആണ് 215. നമുക്ക് ഇനി ഒരു യൂ ടേൺ എടുക്കാം. യൂ ടേൺ ഒക്കെ എടുക്കുന്നത് എത്ര സിമ്പിളാണെന്ന് കാണിച്ചു തരാം. ആക്ച്വലി ടേണിംഗ് റേഡിയസ് ഇസ് പ്രിറ്റി ലോ. നല്ല രീതിയിൽ നമുക്ക് എടുത്ത് അത്യാവശ്യം വലിയ വണ്ടിയാണെങ്കിലും നമുക്ക് സുഖമായിട്ട് എടുത്ത് തിരിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ 360 ഡിഗ്രി ക്യാമറ അതുപോലെ തന്നെ ലൈൻ വാച്ച് അസിസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നതുകൊണ്ട് തന്നെ വണ്ടി തിരിക്കുമ്പോഴും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഈസിനെസ് ഫീൽ ചെയ്യും. നമുക്ക് ഒന്നുകൂടി ഇതിപ്പോൾ സിറ്റി മോഡാണ്. ഇനി എക്കോ മോഡ് നോക്കാം. എക്കോ മോഡിൽ ഡ്രൈവ് പറയുകയാണെങ്കിൽ യു ഗെറ്റ് മാക്സിമം റേഞ്ച്. ഏറ്റവും നല്ല റേഞ്ച് കിട്ടുന്ന മോഡാണ് എക്കോ മോഡ്. നമ്മൾ ഓരോ എക്കോ സിറ്റി സ്പോട്ടൊക്കെ മാറുമ്പോൾ ആക്ച്വലി നമുക്കൊരു സൗണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. എക്കോ മോഡ് ആക്ടിവേറ്റഡ്, സിറ്റി മോഡ് ആക്ടിവേറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ നമ്മളിതിപ്പോൾ അറിയാതെ ഇപ്പോൾ സൈഡിലിരിക്കുന്ന പാസഞ്ചറൊക്കെ എങ്ങാനും മാറ്റിയാലും നമുക്കത് മാറിയോ ഇല്ലെങ്കിൽ നമുക്ക് സൗണ്ട് നോട്ടിഫിക്കേഷൻ ത്രൂ അറിയാൻ സാധിക്കും. എക്കോ മോഡിൽ ഓടിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളുണ്ട്. ഓക്കെ, ഞാൻ ആക്ച്വലി എക്കോ മോഡിൽ ഇത്ര പവർ പ്രതീക്ഷിച്ചില്ല. ഞാൻ ആക്ച്വലി എക്കോ മോഡിൽ വിചാരിച്ചത് ഏറ്റവും റേഞ്ച് എൻഹാൻസ് ചെയ്ത് പോകുന്ന രീതിയിലാണ്. പക്ഷേ നമുക്ക് ഡെയിലി ഡ്രൈവിലും എക്കോ മോഡ് യൂസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ഫുൾ ത്രോട്ടിൽ കൊടുത്തു. എക്കോ മോഡിൽ അത്യാവശ്യം ദിസ് ഇസ് വെരി ഫാസ്റ്റ്. ഇത് എക്കോ മോഡിലാണ്. ക്യാൻ യു ബിലീവ് ദാറ്റ് ഇസ് 100. ഓക്കെ, എക്കോ മോഡും ഒട്ടും മോശമല്ല. നമുക്ക് ഡെയിലി ഡ്രൈവിങ്ങിന് എക്കോ മോഡ് മതി. സ്പോർട്സ് മോഡൊക്കെ ആക്ച്വലി കുറച്ച് ഓവർ കില്ലാണെന്ന് തന്നെ പറയാം. പിന്നെ കോർണേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു മോഷൻ സ്ട്രെച്ചറിലൂടെ ഓടിച്ച് നോക്കാം. ലെറ്റ് സീ വാട്ട് ദിസ് കാർ ഇസ് ലൈക്ക്. റൈഡ് ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ യെസ്, റൈഡ് ക്വാളിറ്റി ഈസ് വെരി ഗുഡ്. ആക്ച്വലി എനിക്ക് തോന്നുന്നത് ടാറ്റ ഹാസ് നെയിൽഡ് ഇറ്റ്. റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ആക്ച്വലി നല്ല സുഖമുണ്ട്. ചില വണ്ടികൾക്ക് ഞാൻ പല വണ്ടികൾ ഓടിക്കുന്നതാണ്, നിങ്ങൾക്ക് ചാനൽ നോക്കിയാൽ കാണാൻ സാധിക്കും. ഞാൻ പലരും പറഞ്ഞിട്ടുണ്ട് നല്ല റൈഡ് ആകുമ്പോൾ ഹാൻഡ്ലിംഗ് മോശമായിരിക്കും, നല്ല ഹാൻഡ്ലിംഗ് ആകുമ്പോൾ റൈഡ് മോശമായിരിക്കും. പക്ഷേ ഈ ടാറ്റ കേർവിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ദി റൈഡ് ഇസ് വെരി ഗുഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ഇസ് ഓൾസോ വെരി ഗുഡ്. സോ അത് ആക്ച്വലി ഒരു എഞ്ചിനീയേഴ്സിൻ്റെ ഒരു മാർവലാണത്. കാരണം റൈഡും ഹാൻഡ്ലിങ്ങും ഒരേപോലെ നന്നാക്കണമെങ്കിൽ ഇറ്റ് നീഡ്സ് പ്രോപ്പർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. 167 ഹോഴ്സ് പവർ ആൻഡ് 215 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്ക് എങ്ങനെയാണെന്ന് ഫീൽ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. സോ വി ഗോയിങ് ടു ലോഞ്ച്. വി ആർ ഇൻ സ്പോർട്സ് മോഡ് ആൻഡ് ഓഫ് യു ഗോ. ശരിക്കും പറഞ്ഞത് കാലെടുത്ത് പോകുമ്പോൾ നമ്മൾ ശരിക്കും ഒരു പ്രോപ്പർ ഗ്രിന്ന് വരും. എന്താ പറയുക, നമ്മൾ എത്ര ഭയങ്കര ഫോമലായിട്ട് ഇരുന്നാലും വീൽ ഫീൽ വെരി കാഷ്വൽ. വി ഓൾറെഡി ക്രോസ് 100 കിലോമീറ്റേഴ്സ്, ഓൾമോസ്റ്റ് 111 കിലോമീറ്റേഴ്സ് എത്തി. ആക്ച്വലി ദിസ് ഇസ് വെരി വെരി ഫാസ്റ്റ്, ബ്ലിസ്റ്ററിംഗിൽ ക്വിക്ക് തന്നെ വേണം പറയാം. പിന്നെ ചില വണ്ടി ഭയങ്കര സ്പീഡായിരിക്കും, പക്ഷേ കോർണറിങ്ങിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് ദിസ് ഇസ് വെരി എന്താ പറയുക, ഇതിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. 45-ന് കിലോവാട്ട് ബാറ്ററി വരുന്നതിന് 190 mm, അതുപോലെ 55-ന് 186 ആണ്. അത്യാവശ്യം ഐ ഓഫ് ദ ഗ്രൗണ്ട് വണ്ടി ആയിട്ട് പോലും നല്ല രീതിയിൽ ഇതിന് സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ ബോഡി റോൾ ഇല്ലായ്മയും ഉണ്ട്. 60 to 80
നമ്മളൊരു 60 to 1-2 സെക്കൻഡ്സിലും കൂടെ എത്തുകയാണ്. ആക്ച്വലി ഇതിൻ്റെ പെർഫോമൻസ് ഫിഗേഴ്സ് പറയുകയാണെങ്കിൽ 0 to 155 8.6 സെക്കൻഡ്സ് ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അതുപോലെ 45 kWh 9 സെക്കൻഡ്സ് ആണ്. ആൻഡ് ആക്ച്വലി ഇൻ ദ റിയൽ വേൾഡ് വി ഫീൽ ഇറ്റ് മച്ച് ഫാസ്റ്റ്, കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കർവ് ഇവിയിൽ വരുന്നത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ L1 മോഡിലാണ്. നമ്മളിപ്പോൾ ഈ പാഡൽ ഷിഫ്റ്റേഴ്സ് പോലെ ഒരു സംഭവം കാണാം. നമ്മൾ ലെഫ്റ്റിലേക്ക് തട്ടിക്കാൻ ഓഫായി. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി റീജനറേറ്റീവ് ഇസ് നോട്ട് വർക്കിംഗ്. നമ്മളിനി L1, L2, L3 ആകുമ്പോൾ നമ്മൾ ആക്സിഡൻറ്റ് കാലെടുക്കുമ്പോൾ തന്നെ ബ്രേക്ക് ചെയ്യാതെ തന്നെ യു ക്യാൻ സി 18, 17 അങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി റീജനറേറ്റീവ് ഇസ് വർക്കിംഗ്. നമ്മൾ വണ്ടി സ്ലോ ആവുന്ന എനർജി തിരിച്ച് ബാറ്ററിയിലേക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ റീജനറേറ്റീവ് ബ്രേക്കിംഗ്. നമ്മളിപ്പോൾ ചുരമൊക്കെ ഇറങ്ങുമ്പോൾ L3 യൂസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് ദ മാക്സിമം റീജനറേറ്റീവ് ഫോഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ റേഞ്ച് ആക്ച്വലി അതിനെ പോലെ തന്നെ ഇൻക്രീസ് ആവുന്നുണ്ട്. നമ്മൾ റീജനറേറ്റീവ് കൂടുതൽ വെച്ചാൽ പവറിനൊരു കുഴപ്പമില്ല കേട്ടോ. പവർ ഒക്കെ അപ്പോൾ നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് എന്നാലും കിട്ടും. ഈ പെർഫോമൻസ് ആയിട്ട് ഈ റീജനറേറ്റീവ് ബ്രേക്കിന് ഒരു ബന്ധമില്ല. പിന്നെ സെക്കൻഡ്ലി ADAS വരുന്നുണ്ട്. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ടാറ്റേനെ പിന്നെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള 5 സ്റ്റാർ സേഫ്റ്റി ടിയാഗോ മുതൽ ഏറ്റവും ഹൈ എൻഡ് വണ്ടി വരെ 5 സ്റ്റാർ സേഫ്റ്റി കൊടുക്കുന്ന വണ്ടിയാണ്. സോ അവർ ADAS നമുക്ക് കർവ് EVയിൽ നൽകുന്നുണ്ട്. ദാറ്റ് ഇസ് എംപവേർഡ് +55 ADAS വരുന്നത്. ADASൻ്റെ കൂടെ തന്നെ ADAS എന്ന് പറഞ്ഞാൽ നമ്മൾ ലെയിൻ കീപ്പ് അസിസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ വി ഓൾസോ ഗെറ്റ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ. ക്രൂയിസ് കൺട്രോളിൻ്റെ അഡാപ്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നത്തെ വണ്ടി ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്ലോ ആക്കുകയാണെങ്കിൽ ദിസ് വിൽ ഓൾസോ ഓട്ടോമാറ്റിക്കലി സ്ലോ ഡൗൺ. അപ്പോൾ നമുക്കിപ്പോൾ ചില സമയത്ത് ഞാൻ ക്രൂയിസ് കൺട്രോൾ ഉള്ള വണ്ടി യൂസ് ചെയ്യുന്ന ആളാണ്. ഞാനിപ്പോൾ 100-ലൊക്കെ ക്രൂയിസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ എക്സ്പ്രസ്വേയിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് മുന്നത്തെ ആൾ ബ്രേക്ക് ചെയ്ത് നമ്മളൊന്ന് പാനിക്കാം, അയ്യോ ഇത് പെട്ടെന്ന് നിൽക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. പക്ഷേ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഉണ്ടെങ്കിൽ ഇറ്റ് ആബ്സല്യൂട്ട്ലി ഇസ് വെരി സേഫ്. കാരണം നമുക്ക് നല്ല രീതിയിലുള്ളൊരു എന്താ പറയുക ധൈര്യമാണ്. കാരണം മുന്നത്തെ വണ്ടി സ്ലോ ആക്കുകയാണെങ്കിൽ നമ്മൾ ആക്ച്വലി ക്രൂയിസ് കൺട്രോൾ ഓൺ ആക്കിയിട്ട് ബ്രേക്ക് ആക്ഷൻ തൊടാതെ നമ്മളിങ്ങനെ കംഫർട്ടബിളി ഇരിക്കുകയായിരിക്കും. പെട്ടെന്ന് ഒരു പാനിക് സിറ്റുവേഷൻ വരാതിരിക്കാൻ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഇസ് വെരി വെരി ആക്ച്വലി ടാറ്റയുടെ മറ്റേ ഓണർഷിപ്പിലാണോ ജാഗോറും ലാൻഡ് റോവറൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു റേഞ്ച് റോവർ ലാൻഡ് റോവറൊക്കെ യൂസ് ചെയ്യുന്ന ലെതർ സീറ്റ്സാണ് നമുക്ക് ടാറ്റ കർവ് EVയിലും നൽകിയിരിക്കുന്നത്. ദാറ്റ് ഇസ് ബെനിക്കോ കെലിക്കോ എന്ന ബ്രാൻഡാണ് നമുക്ക് ഇതിൻ്റെ ലെതേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഞാൻ ആക്ച്വലി ഇത് പറയാൻ കാരണം കുറച്ച് ദൂരമായിട്ട് ഞാൻ വണ്ടി ഓടിക്കുകയാണ്. എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പവേർഡാണ് ഡ്രൈവർ സീറ്റ് വരുന്നത്. നമുക്ക് നല്ല രീതിയിലുള്ളൊരു കറക്റ്റ് പൊസിഷനിൽ വെക്കാൻ എപ്പോഴും പവേർഡ് സീറ്റാണ് ബെസ്റ്റ്. ദെൻ ദ സെക്കൻഡ് തിങ് സീറ്റ് വെന്റിലേഷൻ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ പേസ് ഒക്കെ ഇട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ബോഡി എല്ലാം നല്ല വേർക്കാതെയൊക്കെ ഇരിക്കുമെങ്കിൽ നമ്മുടെ പുറം ഒട്ടിയിരിക്കും. പക്ഷേ ഈ വെന്റിലേറ്റഡ് സീറ്റ്സുള്ള വണ്ടികൾക്ക് ഒരു രീതിയിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഡ്രൈവർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ടാറ്റ കർവിൽ നൽകിയിട്ടുണ്ട്. അതായത് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം. നമ്മൾ ഈ ഒരു മാപ്പ് മിററിംഗ് സംഭവം ഓണാക്കിയിട്ട് ആപ്പിൾ കാർപ്ലേ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോയിലുണ്ട്. അത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്പെൻഡിങ് ഓൺ എ ഫോൺ നമുക്ക് മാപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ പോയിന്റ് ഓഫ് വിഷൻ POV നമ്മൾ സ്ക്രീനിലേക്ക് നോക്കിയിട്ട് വെറുതെ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഡയറക്റ്റ് മീറ്റർ കൺസോളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സ്ക്രീനായിട്ട് ഇതിൻ്റെ മാപ്പിൻ്റെ റോഡ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മാപ്പ് വരുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും പോകണമില്ല. നമുക്ക് സ്പീഡ് കാണാം, റേഞ്ച് കാണാം, L1 L2 ആണോ അതെല്ലാം കാണാം, ഓഡോമീറ്റർ എല്ലാം കാണാം, മോഡ് ഏതാണെന്ന് വരെ കാണാം. സോ അത് ബ്യൂട്ടിഫുള്ളി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് റിയലി ഗുഡ് ഫീച്ചർ. കാരണം പ്രത്യേകിച്ച് ലോങ് പോകുന്നവർക്കൊക്കെ മാപ്പിൻ്റെ ഡിപ്പെൻഡൻ്റ് ആയിട്ടായിരിക്കുമല്ലോ പോകുന്നത്. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഫീച്ചർ വിൽ ബി വെരി വെരി ഹെൽപ്ഫുൾ. സോ ഓവറോൾ കർവ് EV ആർക്കൊക്കെ പറ്റും, എന്തുകൊണ്ട് യു ഷുഡ് ബൈ എ കർവ് EV. സോ പേഴ്സണലി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ദിസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഫീച്ചർ റിച്ച് ആൻഡ് പെർഫോമൻസ് ഓറിയൻറ്റഡ് കാർ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 20-22 lakhs ഓൺ റോഡ് വരുന്നത്. നമുക്ക് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വേരിയൻറ്റ്. ഈ ഒരു വേരിയൻസിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ദിസ് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ 167 horse power ആണ് വരുന്നത്. സോ ഐ തിങ്ക് ദിസ് ഇസ് ദാറ്റ് മോസ്റ്റ് പവർഫുൾ. ആൻഡ് അതുപോലെ തന്നെ ഇതിൻ്റെ റേഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 585 kilometers ആണ് 55 kWh ബാറ്ററിക്ക് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അതുപോലെ തന്നെ 45 kWh ആണെങ്കിൽ 502. ആക്ച്വലി റിയൽ വേൾഡിൽ യു ക്യാൻ ഗെറ്റ് ക്ലോസ് ടു 500 kilometers. 500 kilometers റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മോശമില്ല. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലോങ് ഒക്കെ പോയി വന്നാലും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടില്ലാത്ത ചാർജ് ചെയ്യേണ്ട അവസ്ഥ വരാത്ത ഒരു കൈൻഡ് ഓഫ് റേഞ്ചാണത്. പറ്റുകയാണെങ്കിൽ ഞാൻ കർവ് EV ആയിട്ട് ഒരു ലോങ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ ഐ വിൽ ഗെറ്റ് ഇൻ ടു ദാറ്റ് മോർ. നമ്മൾ ഫുൾ വീഡിയോ റേഞ്ച് എങ്ങനെയുണ്ട്, റിയൽ വേൾഡിൽ സിറ്റീസിൽ അല്ലെങ്കിൽ ഹൈ റേഞ്ചിൽ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളൊരു വീഡിയോ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. സോ പ്ലീസ് ടു സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അതുപോലെ തന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ കർവ് EV is one of the best EVs now you can buy. ഒരു 20-25 ലക്ഷം കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ പ്ലീസ് ടു ഗോ ടു ടാറ്റ ഷോറൂം. എസ്പെഷ്യലി നമുക്ക് ലെക്സോൺ ടാറ്റയാണ് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ലെക്സോൺ എടക്കരയാണ്, മലപ്പുറം ജില്ലയിലെ എടക്കര എന്ന സ്ഥലത്താണ് നമുക്കിന്ന് വണ്ടി നൽകിയിരിക്കുന്നത്. സോ യു ക്യാൻ കോൺടാക്ട് ദം. ഞാൻ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതായിരിക്കും. സോ ടു ഗെറ്റ് മോർ ഡീറ്റെയിൽസ് അബൌട്ട് സെയിൽസ് അതുപോലെ തന്നെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ യു ക്യാൻ ഗെറ്റ് ഡയറക്ട്ലി ഇൻ കോൺടാക്ട് വിത്ത് ദം. അതുപോലെ തന്നെ വേറെ കാര്യം പറയുകയാണെങ്കിൽ
പ്ലീസ് ഡു ഗോ ടെസ്റ്റ് ഡ്രൈവ് ദ കർവ് EV. കാരണം കർവ് EV ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ നോ വാട്ട് ഐ മീൻ. കാരണം ഞാൻ എന്താ പറയുന്നത് ജസ്റ്റ് വീഡിയോ കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല. യു ഹാവ് ടു ഗോ ടു എ ഷോറൂം, പ്ലീസ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് മോർ ഇൻ ഡെപ്ത് ഫീൽ. ഇതിൻ്റെ ഒരു ഫീൽ എന്താണെന്ന് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഐ ആം ആക്ച്വലി വെരി ഹാപ്പി ഡ്രൈവ്സ്. ഞാൻ പേഴ്സണലി പെർഫോമൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം 0 to 100 under 10 seconds എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റാണ്. പിന്നെ ഒരു ചില സമയത്ത് എന്തൂസിയാസ്റ്റുകൾ പറയുന്നതാണ് ഈ ഒരു ഇലക്ട്രിക്കിൻ്റെ പെർഫോമൻസ് 1 dimensionലാണ്, ജസ്റ്റ് ഒരു പുള്ളാണ്, ഒരു ത്രില്ലില്ല എന്നൊക്കെ പറയും. പക്ഷേ പ്ലീസ് വലിയ വർത്തമാനം പറയാതെ ആദ്യം ഒരു EV ഓടിച്ച് നോക്കുക. എന്നിട്ട് അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ഈ EVയുടെ പെർഫോമൻസ് എന്ന്. ഞാൻ ആക്ച്വലി EV ഓടിക്കുന്നതിനേക്കാളും മുന്നേ ഞാൻ EVക്ക് എതിരായിരുന്നു. പക്ഷേ EV ഓടിച്ചതിന് ശേഷം എനിക്കിപ്പോൾ EV സത്യത്തിൽ പറഞ്ഞ് ഇഷ്ടപ്പെടാൻ തുടങ്ങി. സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സോ താങ്ക് യു, ബൈ.